പിറന്നാളായതിന്റെ ദേഷ്യത്തിൽ കഴുത്തറുത്ത് ചവറ്റുകൂനിൽ ഉപേക്ഷിച്ച നവജാത ശിശു അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മധ്യപ്രദേശിലെ രാജ്ഘട്ടിൽ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയ നവജാത ശിശു 1 മാസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ആശുപത്രി വിട്ടത്. ജനുവരി 11-നാണ് രാജ്ഘട്ടിലെ ചവറ്റുകൂനിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ നവജാത ശിശുവിനെ കണ്ടെത്തിയത്. അവളുടെ കരച്ചിൽ കേട്ടെത്തിയ ഒരു വഴിയാത്രക്കാരനാണ് കുഞ്ഞിനെ കണ്ടെത്തിയതും. തുടർന്ന് പോലീസുകാരെത്തി കുട്ടിയെ ജില്ലാ ആശുപത്രിയിലേക്കും പിന്നീട് ഭോപ്പാലിലേക്കും കുട്ടിയെ മാറ്റുകയായിരുന്നു. സംഭവത്തിൽ കുട്ടിയുടെ അമ്മയും മുത്തശ്ശിയും അറസ്റ്റിലാണ്. ഭോപ്പാലിലെ കമല നെഹ്റു ആശുപത്രിയിൽ 1 മാസം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് നവജാത ശിശു പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തത്. കുഞ്ഞിന് ആശുപത്രി അധികൃതർ പിഹു എന്നു പേരും കൂടി ഇട്ടു. കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റുവെങ്കിലും നിർണായക ധമനികൾക്ക് പരുക്കുകൾ സംഭവിക്കാതിരുന്നതാണ് പിഞ്ചു കുഞ്ഞിന്റെ രക്ഷയ്ക്ക് കാരണമായത്. പരുക്കേറ്റ ഭാഗത്ത് നിരവധി ശസ്ത്രക്രിയകളാണ് പിഹുവിന് ചെയ്യേണ്ടി വന്നത്. ചികിത്സയ്ക്കിടെ പിഹുവിനെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടാൻ കഴിഞ്ഞിരുന്നില്ല. ഭോപ്പാലിലെ കമല നെഹ്റു ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും അക്ഷീണ പരിശ്രമം കാരണം പിഹു അതിജീവിച്ചു. പിഹു ഇപ്പോൾ രാജ്ഘട്ടിലെ അഭയ കേന്ദ്രത്തിലാണ്.